ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള ചൂടിൻ്റെ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒന്നുകിൽ റെഗുലറായിട്ട് AC ഉപയോഗിക്കുക, അല്ലെങ്കിൽ AC അഫോർഡ് ചെയ്യാത്തവർക്ക് എയർ കൂളർ ഉപയോഗിക്കാം. അത് റെഗുലറായിട്ട് ഉപയോഗിക്കുക. രണ്ടാമത്തെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ഹൈഡ്രേഷൻ കറക്റ്റായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മുടെ ശരീരത്തിൽ ജലാംശം ഈ സമയത്ത് കുറയുമ്പോഴാണ് പല അസുഖങ്ങൾക്കും നമുക്ക് ഉണ്ടാകുന്നതും. അപ്പോൾ അത് വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഒരു ദിവസം നമ്മുടെ ശരീരഭാരവും പിന്നെ നമ്മുടെ ചെയ്യുന്ന ജോലി അനുസരിച്ചുള്ള വെള്ളം നമ്മൾ ഉള്ളിലേക്ക് ചെല്ലണം. 3.5 മുതൽ 4 ലിറ്റർ വരെ വേണ്ടി വന്നേക്കാം. അത് ആവശ്യമനുസരിച്ച് നമ്മൾ ചെയ്യുക. നമ്മൾ രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ ഒരു 1-1.5 ലിറ്റർ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം കുടിക്കാൻ മറക്കാതെ വെള്ളം കുടിക്കാൻ നമ്മൾ ഓർക്കണം. ഒരാൾ ഒരു ദിവസം വരും 8 ലിറ്റർ വെള്ളം കുടിക്കണം. എന്നിട്ട് അത് മൂത്രമൊഴിച്ച് കളയണം. ഇപ്പം നമ്മുടെ ശരീരത്തിൽ ജലാംശം ആവശ്യത്തിന് ഉണ്ടോ എങ്ങനെ മനസ്സിലാക്കാനുള്ള ഒരു സിമ്പിളായ ഒരു കാര്യം വെച്ചാൽ നമ്മുടെ യൂറിനേഷൻ എങ്ങനെയുണ്ടെന്ന് ശ്രദ്ധിക്കുക. ഒരു ദിവസം ഒരു 4-5 തവണയെങ്കിലും നമ്മൾ യൂറിൻ പാസ് ചെയ്തിരിക്കണം. അത് മാത്രമല്ല നമ്മുടെ യൂറിൻ്റെ കളർ നമ്മൾ ശ്രദ്ധിക്കണം. അത് വളരെ ലൈറ്റ് മഞ്ഞ അതായിരിക്കണം. ഒരുപാട് ഡാർക്കായിട്ട് ഇരിക്കും. അതിൻ്റെ അർത്ഥം നമ്മുടെ യൂറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പം ജലാംശം കുറവാണെന്ന് അതിൻ്റെ അർത്ഥം. അപ്പം വെള്ളത്തിൻ്റെ അംശം നമ്മൾ കൂട്ടണം.